പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പരാതിക്കാരിയായ യുവതി ഇന്നലെ നടത്തിയത്. ഭർത്താവ് രാഹുൽ പി ഗോപാൽ നിരപരാധിയാണെന്നും മുൻപ് പറഞ്ഞതെല്ലാം കളവാണെന്നുമാണ് പരാതിക്കാരി പറയുന്നത്. ഏറെ വിവാദമുണ്ടാക്കിയ കേസ് ഇതോടെ പുതിയ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. കുറ്റബോധമുണ്ടെന്ന് പറഞ്ഞാണ് യുവതി വീഡിയോ പുറത്തുവിട്ടത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ നിലപാട് മാറ്റിയ യുവതി വിവാഹത്തിന്റെ ഒരു ഘട്ടത്തിലും ഭർത്താവ് രാഹുൽ പി ഗോപാലോ വീട്ടുകാരോ സ്ത്രീധനം ചോദിച്ചിരുന്നില്ലെന്നാണ് പറയുന്നത്. 150 പവനും കാറും ചോദിച്ചു എന്ന ആരോപണം അഭിഭാഷകൻ പറഞ്ഞതു പ്രകാരമാണ് ഉന്നയിച്ചതെന്നാണ് യുവതി ഇപ്പോൾ പറയുന്നത്. വിവാഹമോതിരവും വസ്ത്രവും അടക്കമുള്ളവയുടെ ചെലവ് രാഹുലാണ് വഹിച്ചതെന്നും യുവതി വ്യക്തമാക്കുന്നു. എന്നാൽ രാഹുൽ 2 തവണ പുറത്തടിച്ചെന്നും പരാതിക്കാരിയായ യുവതി. എന്നെ തല്ലിയെന്നുള്ളത് ശരിയാണ്. അന്ന് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായി. ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കത്തിൻ്റെ പേരിലാണ് എന്നെ തല്ലിയത്. 2 പ്രാവശ്യം തല്ലി. അപ്പോൾ തല്ലിയപ്പോൾ ഞാൻ കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി. അപ്പോൾ ബാത്റൂമിൽ വീണു. അങ്ങനെയാണ് എൻ്റെ നെറ്റിയിൽ മുഴ വരുന്നത്. രാഹുലേട്ടനായിട്ട് മാത്രമേ രാഹുലേട്ടൻ്റെ ഫാമിലിയോ ആരോ നമ്മളോട് ഡൗറി ചോദിച്ചിട്ടില്ല. കേസിന് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ അലിഗേഷൻസ് അതിൽ ആഡ് ചെയ്തത്. കുളിമുറിയിൽ വീണാണ് പരിക്കേറ്റത്. അഭിഭാഷകനും ബന്ധുക്കളും സമ്മർദ്ദം ചെലുത്തി. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നും യുവതി. 2 അടി എന്നെ അടിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. കേസിന് കുറച്ച് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം ചെയ്തത്. വേറെ ഒന്നുമല്ല. ഞാൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് അങ്ങനെയൊക്കെ ഞാൻ മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരുപാട് വിഷമമുണ്ട് ആ കാര്യത്തിൽ. അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല. എൻ്റേതായിട്ടുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിരുന്നെങ്കിൽ അതൊന്നും വരില്ലായിരുന്നു. രക്ഷിതാക്കളാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുപ്പിച്ചത്. രാഹുലിനൊപ്പം പോകണമെന്നായിരുന്നു പോലീസുകാരനോട് പറഞ്ഞത്. എന്നാൽ രാഹുലിനൊപ്പം പോയാൽ ഇനി കൂടെ ഉണ്ടാകില്ലെന്ന് രക്ഷിതാക്കൾ ഭീഷണിപ്പെടുത്തി. പിന്നെ അതിനുശേഷം എന്നെയും രാഹുലേട്ടനെയും വിളിച്ചു പോലീസ്. എന്നിട്ട് നമ്മളോട് സംസാരിച്ചു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് രാഹുലേട്ടൻ്റെ കൂടെ തിരിച്ചു പോകണം എന്ന് തന്നെയാണ് ഞാൻ ആ പോലീസുകാരനോട് പറഞ്ഞത്. പക്ഷേ അന്നത്തെ ഒരു അറ്റ്മോസ്ഫിയർ വീട്ടുകാർ എല്ലാവരോട് വന്നിട്ട് പോകാൻ പറ്റില്ല, പോയി കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെ ഒരു അച്ഛനോ അമ്മയോ ബ്രദറോ ഉണ്ടാവില്ല എന്നോട് പറഞ്ഞു. രാഹുൽ നേരത്തെ വിവാഹം കഴിച്ചതറിയാമായിരുന്നു. പുറത്തു പറയേണ്ടെന്ന് ഞാൻ തന്നെയാണ് നിർബന്ധിച്ചത്. രാഹുലിനോടും കുടുംബത്തോടും പെൺകുട്ടി മാപ്പ് അപേക്ഷിച്ചു. അത്രയും മോശമായിട്ടാണ് ഞാൻ രാഹുലേട്ടനെ കുറിച്ച് മീഡിയാസിന് മുന്നിൽ ചിത്രീകരിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട് എൻ്റെ മനസ്സിന്. എന്നൊരുപാട് അതുപോലെ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് മാപ്പ് വരണമെന്ന് മാത്രമേ എനിക്ക് അവസ്ഥയിൽ പറയാനുള്ളൂ. രാഹുലേട്ടനോടും രാഹുലേട്ടൻ്റെ ഫ്രണ്ട്സിനോടും രാഹുലേട്ടൻ്റെ ഫാമിലിയോടും എന്നോട് മാപ്പാക്കണം. കേസെടുത്തതിന് പിന്നാലെ രാഹുൽ ജർമ്മനിക്ക് കടന്നിരുന്നു. അമ്മയ്ക്കും സഹോദരിക്കുമെതിരെയും കേസുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് CI ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. യുവതിയുടെ വെളിപ്പെടുത്തലോടെ കേസ് കൂടുതൽ നിയമക്കുരുക്കിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.